കഥയുടെ തുടക്കത്തിൽ തന്നെ ദ്രാസ എന്ന ഒരു ഹൈലി പ്രൊഫഷണൽ ഷൂട്ടറിനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരി ഒരു കോൺട്രാക്ട് കില്ലറാണ്. കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് അവൾ ഒറ്റയ്ക്ക് ഒരു ടണലിന്റെ അകത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവൾ ഇവിടെ കാത്തിരിക്കുന്നത് അവളുടെ ടാർഗറ്റിനെയാണ്. ധാരാളം അഴിമതികൾ കാണിച്ച ഒരു ക്രൂരനായ ഉന്നത പദവിയിലിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഒഫീഷ്യലിനെ കൊല്ലുക. അതാണ് ഇവിടെ ദ്രാസയുടെ മിഷൻ. അപ്പോൾ അവിടെയുള്ള എയർപോർട്ടിൽ ആ ഗവൺമെന്റ് ഒഫീഷ്യലും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു പ്രൈവറ്റ് ജെറ്റിൽ വന്ന് ഇറങ്ങുകയാണ്. ആ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾ അങ്ങോട്ടായിട്ടാണ് ദ്രാസ തോക്കൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുന്നത്. എന്നാൽ അയാൾ പ്രൈവറ്റ് ജെറ്റിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ ദ്രാസ അയാളെ കൃത്യം തലയിൽ വെടിവെച്ചുകൊണ്ട് കൊന്നു കളയുകയാണ്. അയാളുടെ ഭാര്യ ആളാകെ ഷോക്കായി പോയി. അയാൾ വെടികൊണ്ട് കൊല്ലപ്പെട്ടത് ഈ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ അറിഞ്ഞിട്ട് പോലുമില്ല. എവിടുന്നാണ് ബുള്ളറ്റ് വന്നത് എന്ന് ഈ ഗാർഡ്സ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിലും അവർക്കൊരിക്കലും അത് കണ്ടെത്താനേ സാധിക്കില്ല. കാരണം അത്രത്തോളം ദൂരെ നിന്നുകൊണ്ടാണ് ദ്രാസ ഈ ഷോട്ട് എടുത്തത്. മിഷൻ പൂർത്തീകരിച്ചതിന് ശേഷം ദ്രാസ തന്റെ അമ്മയുടെ കല്ലറ സന്ദർശിക്കാനായിട്ടാണ് പോകുന്നത്. അവിടെ അവളുടെ അച്ഛൻ നേരത്തെ വന്ന് കാത്തിരിക്കുന്നുണ്ട്. ഇനി ദ്രാസയെ കുറിച്ച് ഒരു കാര്യം പറയുകയാണെങ്കിൽ, അവൾ ആരൊക്കെയാണോ കൊല്ലുന്നത് ആ ബുള്ളറ്റിന്റെ കവർ സൂക്ഷിക്കുകയും പിന്നീട് അത് അവളുടെ അച്ഛന് നൽകുകയും ചെയ്യും. അവളുടെ അച്ഛന്റെ പേഴ്സിൽ ഇതുപോലെ ഒരുപാട് ബുള്ളറ്റ് കവേഴ്സ് കാണാം. അപ്പോൾ ഇതൊക്കെ ദ്രാസ ഇതുവരെ ഷൂട്ട് ചെയ്ത് കൊന്ന ഓരോ ആൾക്കാരുടെയും ബുള്ളറ്റ് കവേഴ്സ് ആണ്. അവൾ ഒരുപാട് ആളുകളെ കൊന്നത് കാരണം അവൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റാറില്ല. അവൾക്ക് സത്യം പറഞ്ഞാല് മനുഷ്യരെ കൊല്ലുന്നത് വെറുപ്പാണ്. എന്നാൽ അത്രത്തോളം ഷാർപ്പ് ഷൂട്ടർ ആയതുകൊണ്ട് തന്നെയാണ് അവൾ ഇതുപോലെ ഓരോ കോൺട്രാക്ട്സ് ഏറ്റെടുക്കുന്നത്. അച്ഛനോട് ദ്രാസ പറയാണ്, എനിക്ക് പുതിയ ഒരു കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് എപ്പോഴത്തെയും പോലെയൊന്നുമല്ല. ഈ കോൺട്രാക്ട് കുറച്ച് ഡിഫറെന്റ് ആണ്. വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രം അറിയുന്ന ഒരു അൺഡിസ്ക്ലോസ്ഡ് ലൊക്കേഷനിൽ ഒരു വർഷം മുഴുവനും പുറം ലോകവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെയാണ് ഈ മിഷൻ ചെയ്യാനായിട്ട് എനിക്ക് നിർദ്ദേശം കിട്ടിയത്. അപ്പോൾ അടുത്ത ഒരു വർഷം അച്ഛനെ കാണാൻ പറ്റാത്ത ഒരേ ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അച്ഛൻ പറയാണ്, അടുത്ത വർഷം മോള് തിരിച്ചു വരുമ്പോൾ ബുള്ളറ്റ് കവേഴ്സ് വാങ്ങാനായിട്ട് അച്ഛൻ ഉണ്ടാവത്തില്ല. ഞാൻ ഇന്ന് എന്റെ ഡോക്ടറിനെ കണ്ടായിരുന്നു. അച്ഛന്റെ ക്യാൻസർ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഉറപ്പിച്ചു. ക്യാൻസർ എന്റെ ജീവൻ എടുക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. ഈ വരുന്ന ഫെബ്രുവരി 14, അതായത് വാലന്റൈൻസ് ഡേയുടെ അന്ന് ഞാൻ എന്റെ ജീവൻ സ്വയം എടുത്ത് മോളുടെ അമ്മയുടെ അടുത്തേക്ക് ഞാനും ചെല്ലും. അപ്പോൾ അച്ഛന് ദ്രാസ തടയാനായി ശ്രമിച്ചപ്പോൾ അച്ഛൻ മോളോട് പറയാണ്, ക്യാൻസർ കാരണം എന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ എനിക്ക് സന്തോഷമുണ്ടാവുക ഞാൻ സ്വയം എന്റെ ജീവൻ എടുക്കുമ്പോഴാണ്. അതുകൊണ്ട് മോള് അച്ഛനെ ഇതിൽ എതിർക്കരുത്. അപ്പോൾ ഇത് ദ്രാസയും അച്ഛനും തമ്മിലുള്ള ഫൈനൽ മീറ്റിംഗ് ആയിരിക്കും. ദ്രാസ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും അച്ഛൻ സ്വയം ജീവൻ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ദ്രാസയും അച്ഛനും ഫൈനൽ ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് അമ്മയുടെ കല്ലറയിൽ സങ്കടത്തോടെ സമയം ചിലവഴിക്കുകയാണ്. ഇനി നമ്മുടെ കഥാനായകനെ പരിചയപ്പെടാം. റിട്ടയർ ആയ ഒരു US മെറൈൻ ഓഫീസറാണ് ലെവൈ കെയ്ൻ. പണ്ട് നടന്ന പല അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇന്നും അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലെവൈ കെയ്ൻ എല്ലാ രാത്രിയിലും ഉറക്കത്തുനിന്ന് ഞെട്ടി എഴുന്നേൽക്കും. അപ്പോൾ സമാധാനം ലഭിക്കാനായി ലെവൈ ബീച്ചിൽ ചെന്ന് കവിതകൾ എഴുതാറാണ് പതിവ്. അങ്ങനെ ഒരു ദിവസം ബീച്ചിലിരിക്കുമ്പോൾ ലെവൈക്ക് ഒരു മെസ്സേജ് ലഭിക്കുകയാണ്. നിന്നെ പിക്ക് ചെയ്യാനായിട്ട് ഒരു കാർ വരും എന്നാണ് മെസ്സേജ്. അപ്പോൾ ആ കാറിൽ അവര് ലെവൈനെ കൂട്ടിക്കൊണ്ടു പോയത് ഒരു രഹസ്യ മിലിറ്ററി ക്യാമ്പിലേക്കാണ്. അവിടെ അവനെ കാണാൻ കാത്തു നിൽക്കുന്നത് ആർമിയിലെ തന്നെ വളരെയധികം ഉന്നത പദവിയിലിരിക്കുന്ന ബാർത്തലോം എന്ന സ്ത്രീയാണ്. പുള്ളിക്കാരി ലെവൈനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. മെറൈനിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായ ഏറ്റവും ഷാർപ്പ് ഷൂട്ടർ ആയിരുന്നു നീ. എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നിന്നും ഷാർപ്പായിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിവുള്ളവൻ. പക്ഷേ റിട്ടയർ ആയതിനു ശേഷം എന്തുകൊണ്ട് നീ ഇതുവരെ പ്രൈവറ്റ് കോൺട്രാക്ട്സ് ഒന്നും ഏറ്റെടുത്തിട്ടില്ല? എന്തുകൊണ്ടാണ് നീ തനിച്ച് ഒറ്റപ്പെട്ട് ജീവിക്കുന്നത്? എന്റെ ജീവിതം ഞാനാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കണമെന്നത് എന്റെ മാത്രം തീരുമാനമാണ് എന്നായിരുന്നു ലെവൈയുടെ മറുപടി. ലെവൈ, നിനക്ക് വളരെ അപൂർവം ചിലർക്ക് മാത്രം ലഭിക്കുന്ന കഴിവാനുള്ളത്. അത് നീ വെറുതെ പാഴാക്കി കളയരുത്. എന്ന് ഞാൻ നിന്നെ ഇവിടത്തേക്ക് വിളിച്ചു വരുത്തിയത് അങ്ങനെ ആരെ കൊണ്ടും ചെയ്യാൻ പറ്റാത്ത ഒരു മിഷൻ നിന്നെ ഏൽപ്പിക്കാനായിട്ടാണ്. അത് ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ? അപ്പോൾ ജീവിതത്തിൽ ഒരർത്ഥവുമില്ലാതെ ഇപ്പോൾ ജീവിക്കുന്ന ലെവൈക്ക് ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് ബാർത്തലോം മാഡം പറഞ്ഞ ആ മിഷൻ ചെയ്യാനായിട്ട് ലെവൈ തയ്യാറാവുകയാണ്. അതേപോലെ പുള്ളിക്കാരി ലെവൈനോട് ചോദിക്കുന്നുണ്ട്, നിന്നെ കാത്തിരിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന്. മാതാപിതാക്കൾ പണ്ടേ മരണപ്പെട്ടതാണ്. അവന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ, ഭാര്യയുണ്ടോ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ബാർത്തലോം മാഡം ഇവിടെ ലെവൈനോട് ചോദിച്ചത്. അങ്ങനെ ആരും തന്നെ ഇല്ല എന്നും ലെവൈ മറുപടി കൊടുത്തു. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഒരുപാട് മണിക്കൂറുകൾ ചിലവഴിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കിയത്. എന്നാൽ 85% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുകയാണെങ്കിൽ
കൂടുതൽ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്കായി കൊണ്ടുവരാൻ അത് എനിക്കും വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. സോ ഇവിടെ ഒരു ആർമി വിമാനത്തിൽ മിഷൻ ചെയ്യാനായിട്ടുള്ള സ്ഥലത്തേക്കാണ് ലേവൈ പോകുന്നത്. ഒരു വർഷം മുഴുവനും പുറം ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ നീണ്ടു നിൽക്കുന്ന ഒരു മിഷനാണ് ലേവൈ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ കഥാനായികയായ ദ്രാസക്ക് ലഭിച്ച അതേ മിഷൻ തന്നെയാണ് ലേവൈക്കും ഇവിടെ ലഭിച്ചത്. സോ സ്ഥലം എത്താനായപ്പോൾ ഓഫീസർ ലേവൈന്റെ അടുത്ത് വന്ന് അവന്റെ ID കാർഡ്സ്, വാച്ച്, അങ്ങനെ സകല വസ്തുക്കളും വാങ്ങിച്ചു വെക്കുന്നുണ്ട്. അതൊന്നും തന്നെ മിഷൻ ചെയ്യാനായിട്ട് പോകുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ലേവൈക്ക് അനുവാദമില്ല. ഇത് ഏതാണ് സ്ഥലം എന്ന് ഓഫീസറിനോട് ലേവൈ ചോദിച്ചപ്പോൾ സോറി സർ, അത് പറയാനായി പറ്റത്തില്ല, ഒരു അൺഡിസ്ക്ലോസ്ഡ് ലൊക്കേഷൻ ആണ് ഇത് എന്നായിരുന്നു ഓഫീസറിന്റെ മറുപടി. സോ വിമാനം പറത്താൻ അനുവാദമില്ലാത്ത ഒരു സ്ഥലമാണ് അത്. അതുകൊണ്ട് ഇനി പാരഷൂട്ട് വെച്ച് ലേവൈ വിമാനത്തിൽ നിന്ന് ചാടണം. എന്നിട്ട് മാപ്പ് നോക്കി ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് വേണം ആ സ്ഥലത്തേക്ക് എത്താൻ. അങ്ങനെ കാടും മലയും ഒക്കെ താണ്ടി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഫൈനലി ലേവൈ അവന്റെ മിഷൻ ചെയ്യാനായിട്ടുള്ള സ്ഥലത്ത് എത്തുന്നത്. അപ്പോൾ അവിടെ ഗോർജ് കാണാം. അതിന്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സും ഉണ്ട്, ഈസ്റ്റും വെസ്റ്റും. സോ വെസ്റ്റ് ഭാഗത്താണ് ലേവൈ എത്തിയിട്ടുള്ളത്. അവിടെ അവനെ JD എന്ന ഓഫീസർ കാത്തു നിൽക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ഈസ്റ്റ് ടവറിൽ മിഷൻ ചെയ്യുന്നത് JD എന്ന ഈ ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ഇന്നത്തോടെ അവസാനിക്കും. അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് അടുത്ത ഒരു വർഷത്തേക്ക് ഈ മിഷൻ ലേവൈ ചെയ്യാനായിട്ട് പോകുന്നത്. JD വളരെയധികം സന്തോഷത്തോടെയാണ് ലേവൈനോട് സംസാരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് JD ഒരു മനുഷ്യനോട് നേരിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ കെട്ടിടമാണ് അടുത്ത ഒരു വർഷത്തേക്ക് നമ്മുടെ ലേവയുടെ വീട്. സോ ഇതാണ് വെസ്റ്റ് ടവർ. JD പറയുന്നുണ്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈസ്റ്റ് ടവർ. അവിടെയും നിന്നെ പോലെ ഒരു ഓഫീസർ ഉണ്ടാവും. എന്നാൽ യാതൊരു കാരണവശാലും നിങ്ങൾ രണ്ടുപേരും കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല. അത് പ്രോട്ടോകോളിന് എതിരാണ്. ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇവിടെ എന്തൊക്കെയാണ് അവന്റെ ജോലി എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ JD എന്ന ഓഫീസർ ലേവൈനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ലേവൈക്ക് ഇപ്പോഴും ഒരുപാട് സംശയമാണ്. അതായത് ആരും വരാത്ത ഈ ഒരു സ്ഥലത്ത് എന്താണ് ഇതിനു മാത്രം രഹസ്യമായിട്ടുള്ളത്, എന്താണ് ഗവൺമെന്റ് ഈ സ്ഥലത്ത് ഒളിപ്പിക്കുന്നത്, അങ്ങനെ പല സംശയങ്ങളാണ് ലേവൈ JDനോട് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ JD പറയാണ് ഇത് വളരെയധികം പഴക്കമുള്ള ഒരു സ്ഥലമാണ്. അതായത് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന കാലത്തുള്ള ഒരു സ്ഥലമാണ് ഇത്. കഴിഞ്ഞ ഒരുപാട് പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ ഓരോ വർഷവും ഓരോ ആൾക്കാരാണ് മിഷൻ ചെയ്യാനായിട്ട് വരുന്നത്. അത് അത്രത്തോളം രഹസ്യമാണ്. ഇതിന് മാത്രം രഹസ്യമാക്കി വെക്കാൻ ഇവിടെ ആരാണ് വരാനായിട്ട് പോകുന്നത് എന്ന് ലേവൈ ചോദിച്ചപ്പോൾ ഇവിടെ ആരും വരാനായിട്ട് പോകുന്നില്ല, ഇവിടുന്ന് ആരും പുറത്തേക്ക് പോകാൻ പാടില്ല. അതാണ് ഏറ്റവും അധികം പ്രധാനമായിട്ടുള്ളത്. മനസ്സിലായിട്ടില്ല അല്ലെ? JD ഇവിടെ ഒരു ബോംബ് ആക്ടിവേറ്റ് ചെയ്ത് ഗോർജിന്റെ ഏറ്റവും താഴേക്കായിട്ട് എറിയുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ആ ബോംബ് പൊട്ടിയപ്പോൾ വളരെയധികം ഭയാനകമായ രാക്ഷസന്മാരുടെ ശബ്ദമാണ് ലേവൈ ഇവിടെ കേൾക്കുന്നത്. എന്താണത്? അതാണ് ഹോളോമെൻ. ആക്ച്വലി ഈ ഹോളോമെന് എന്താണ് എന്ന് അങ്ങനെ ആർക്കും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവര് ഈ സ്ഥലത്തുനിന്ന് പുറത്തേക്ക് പോയാലും അത് ഈ ഭൂമിയെ തന്നെ നശിപ്പിക്കും. 1940 കാലങ്ങളിൽ 2400 പട്ടാളക്കാരാണ് ഗോർജിന്റെ അകത്തേക്ക് ഈ ഹോളോമെന്നിനെ ഇല്ലാതെയാക്കാനായിട്ട് പോയത്. എന്നാൽ ആ 2400 പട്ടാളക്കാരും പിന്നീട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവർക്ക് അവിടെ എന്ത് സംഭവിച്ചു എന്ന് പോലും പുറം ലോകം അറിയത്തില്ല. ചുരുക്കി പറഞ്ഞാല് ഭൂമിയിലെ ഒരു നരകമാണ് ഇത്. അടുത്ത ഒരു വർഷം ഈ നരകത്തിന്റെ കാവൽക്കാരനാവുക, അതാണ് നിന്റെ മിഷൻ. സോ ഇവിടെ JD ലേവൈനോട് യാത്ര പറഞ്ഞു പോവുകയാണ്. അവന്റെ മിഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ JD ഒരുപാട് അധികം ദൂരെ യാത്ര ചെയ്ത് തിരിച്ചു പോകാനുള്ള ഹെലികോപ്റ്ററിനായി കാത്തു നിൽക്കുകയാണ്. ആർമി ഹെലികോപ്റ്റർ JDയെ കൂട്ടിക്കൊണ്ടുപോകാനായി എത്തിയിട്ടുണ്ട്. അവന് കേറാനായിട്ടുള്ള കേബിള് താഴെ ഇട്ടുകൊടുത്തു. അങ്ങനെ സന്തോഷത്തോടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് കൊണ്ട് ഹെലികോപ്റ്ററിലേക്ക് JD ചാടി കയറുകയാണ്. അപ്പോൾ ഹെലികോപ്റ്ററിലുള്ള ഓഫീസർ JDയോട് അവന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ വെറിഫിക്കേഷനായി ചോദിക്കുകയാണ്. എല്ലാം വെരിഫൈ ചെയ്തതിനു ശേഷം താങ്ക് യു ഫോർ യുവർ സർവീസ് എന്നും പറഞ്ഞുകൊണ്ട് JDയെ വെടിവെച്ച് കൊന്നു കളയുകയാണ്. ശേഷം ആ വിവരം ബാർത്തലോമിനെ വിളിച്ച് കൺഫേം ചെയ്തിട്ടുമുണ്ട്. സോ ഇതിൽ നിന്ന് നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഈ ഗോർജിലെ ഈസ്റ്റ് ടവറിലും വെസ്റ്റ് ടവറിലും മിഷൻ ചെയ്യാനായിട്ട് വന്ന ലേവൈന്റെയും ദ്രാസയുടെയും അടുത്ത വർഷത്തെ വിധി ഇത് തന്നെയാണ്. അവർക്കെന്നാൽ അത് അറിയത്തില്ല എന്ന് മാത്രം. അതായത് ഈ ഗോർജ് അത്രത്തോളം രഹസ്യമായതുകൊണ്ട് തന്നെ അവിടെ മിഷൻ ചെയ്യാനായിട്ട് വരുന്ന ആരും തന്നെ പിന്നീട് ഒരിക്കലും പുറം ലോകം കാണില്ല.
സോ ഈ സ്ഥലത്ത് ഒരുപാട് ആയുധങ്ങളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ദിവസവും ലേവായി ചെന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നിട്ട് അതിന്റെയൊക്കെ റിപ്പോർട്ട് തയ്യാറാക്കുകയും വേണം. അപ്പോൾ ഈ വെപ്പൺസ് അവിടെയുള്ളത് ഈ ഹോളോ മെന്നിൽ നിന്ന് ഈ സ്ഥലം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ലേവായി താമസിക്കുന്ന സ്ഥലത്ത് ഒരുപാട് ബുക്സ് വെച്ചിട്ടുള്ള ഷെൽഫ് കാണാം. അതിൽ നിന്ന് ഒരു ബുക്ക് എടുത്തപ്പോൾ ആ ഷെൽഫിന്റെ ബാക്കിലെ ചുമരിൽ എന്തൊക്കെയോ പല കാര്യങ്ങൾ എഴുതിയതായി ലേവയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഷെൽഫ് മാറ്റി നോക്കിയപ്പോൾ അവൻ കാണുന്നത് ഇവിടെ മുൻപുണ്ടായ ആൾക്കാരൊക്കെ എഴുതി വെച്ച കോട്ട്സ് ആണ്. അവര് കോട്ടും അത് എഴുതിയ വർഷവും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ ഓരോ കോട്ട്സും ഇവിടെ ലേവായി വായിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ലേവായി തന്റെ ബൈനോക്കുലർ വെച്ച് ഈസ്റ്റ് ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവൻ ആദ്യമായിട്ട് അവിടെയുള്ള ആളെ കാണുകയാണ്. അപ്പോൾ അവന് മനസ്സിലായി അവിടെ മിഷൻ ചെയ്യുന്നത് ഒരു സുന്ദരിയായ സ്ത്രീയാണ് എന്ന്. അന്ന് രാത്രി ലേവായി ഉറക്കത്തുനിന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. രാത്രി ഉറക്കം നഷ്ടപ്പെട്ട ലേവായി ഈസ്റ്റ് ടവറിലേക്ക് നോക്കിയപ്പോൾ അവിടെ ദ്രാസയും ഉറങ്ങാതെ ഇരിക്കുന്നത് അവന് കാണുകയാണ്. പുള്ളിക്കാരിക്കും രാത്രി ഉറക്കം കിട്ടാറില്ല. 2 മാസങ്ങൾക്ക് ശേഷം അപ്പോൾ ഇന്ന് ദ്രാസയുടെ പിറന്നാളാണ്. അവൾ ഒറ്റക്ക് കേക്കൊക്കെ ഉണ്ടാക്കി മെഴുകുതിരിയൊക്കെ വെച്ച് ഊതി സ്വയം പാട്ടൊക്കെ പാടി അവളുടെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. ആദ്യമായിട്ടാണ് അവൾ ഒറ്റപ്പെട്ടുകൊണ്ട് അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പോൾ വെസ്റ്റ് ടവറിലുള്ള ആളെ അവൾ നോക്കിയപ്പോൾ അയാളും ഉറങ്ങാതെ അവിടെ ഇരിക്കുന്നതായി ദ്രാസ കണ്ടു. അയാൾ ഇങ്ങോട്ടേക്ക് തന്നെ നോക്കാൻ വേണ്ടി ദ്രാസ തോക്കെടുത്ത് മുകളിലേക്ക് ഷൂട്ട് ചെയ്തു. അപ്പോൾ ലേവായി ബൈനോക്കുലറിലെ കൂടി നോക്കിയപ്പോൾ ദ്രാസ എന്താണ് നിന്റെ പേര് എന്നാണ് പേപ്പറിൽ എഴുതിയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ അനുവാദമില്ല എന്നായിരുന്നു ലേവായുടെ മറുപടി. എന്റെ പേര് ദ്രാസ എന്നാണ്. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുമെന്ന് ദ്രാസ പറയുകയാണ്. അത് കണ്ടപ്പോൾ ലേവായി അവന്റെ പേരും ദ്രാസക്ക് എഴുതി കാണിക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും ഗ്ലാസ് പൊക്കിക്കൊണ്ട് ദ്രാസയുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. ദ്രാസ ഒരു പാട്ട് വെച്ച് ഡാൻസ് കളിക്കുകയും എന്നിട്ട് ലേവായിനോടും ഡാൻസ് കളിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ എനിക്ക് തീരെ ഡാൻസ് കളിക്കാൻ അറിയത്തില്ല എന്ന് ലേവായി മറുപടി കൊടുത്തു. പിന്നെ വേറെ എന്താണ് നിന്റെ കഴിവ് എന്ന് ദ്രാസ ചോദിച്ചപ്പോൾ ഞാൻ നല്ലൊരു ഷൂട്ടർ ആണ് എന്ന് ലേവായി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ കുപ്പിയിലേക്ക് ഷൂട്ട് ചെയ്യ് എന്ന് ദ്രാസ പറയുകയാണ്. ലേവായി തോക്കെടുക്കാനായി അകത്തേക്ക് പോകുമ്പോൾ ദ്രാസ അവന്റെ ഗ്ലാസ്സിലേക്ക് ഷൂട്ട് ചെയ്യുകയാണ്. ലേവായി ഷോക്കായി പോയി. തന്നെ പോലെ തന്നെ വളരെ മികച്ച ഒരു ഷാർപ്പ് ഷൂട്ടർ ആണ് ദ്രാസ എന്ന് ലേവായിക്ക് മനസ്സിലായി. അവൾ അകത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് തോക്കെടുത്തുകൊണ്ട് ലേവായി ആ ബോട്ടിൽ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഇവര് രണ്ടുപേരും ബൈനോക്കുലറിലെ കൂടി നോക്കിക്കൊണ്ട് പേപ്പറിൽ എഴുതിക്കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല കമ്പനി ആവുകയാണ്. അപ്പോൾ ഈ സമയമാണ് ദ്രാസ അവിടെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. പെട്ടെന്ന് താഴോട്ടേക്ക് നോക്കിയെന്ന് ലേവായിനോട് ദ്രാസ ആംഗ്യം കാണിച്ചു പറയുകയാണ്. അപ്പോൾ സംഭവം എന്തെന്ന് വെച്ചാൽ ഈ ഹോളോമെൻ അഥവാ ഈ ഗോർജിലുള്ള രാക്ഷസന്മാര് താഴെ നിന്ന് മുകളിലോട്ടേക്ക് വരുന്നുണ്ട്. പിന്നീടുള്ള സീന് ഒരു വെടിവെപ്പ് സീനാണ്. ലേവയും ദ്രാസയും കൂടി അവിടെ കേറി വരുന്ന ഓരോ രാക്ഷസന്മാരെയും അഥവാ ഹോളോമെൻസിനെയും വെടിവെച്ച് കൊന്നു കളയുകയാണ്. ഫൈനലി എല്ലാം അവസാനിച്ചു എന്ന് അവര് കരുതിയപ്പോൾ ദാണ്ടെ ദ്രാസയുടെ ടവറിലേക്ക് ഒരു രാക്ഷസൻ കേറി വന്നിട്ടുണ്ട്. പുള്ളിക്കാരി ഷോക്കായി പോയി. എന്നാൽ പുള്ളിക്കാരിയെ ഇവിടെ ആ രാക്ഷസനിൽ നിന്ന് രക്ഷിച്ചത് ലേവയാണ്. അവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് പോകുന്ന രാക്ഷസന്മാരെ എല്ലാം വെടിവെച്ച് കൊല്ലുന്നുണ്ട്. സോ ഇവിടെ ദ്രാസക്ക് ചെറിയ പരിക്കുമേറ്റിട്ടുണ്ട്. ഇതാണ് എന്റെ ഏറ്റവും ബെസ്റ്റ് ബർത്ത്ഡേ എന്ന് തമാശ രീതിയിൽ ദ്രാസ ലേവായിനോട് ഇവിടെ പറയുന്നുമുണ്ട്. എന്തായാലും ഈ സംഭവത്തോടു കൂടി പിന്നീട് എല്ലാ ദിവസവും ദ്രാസയും ലേവയും ഇതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. രണ്ടുപേരും അവർക്ക് ലഭിച്ച നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കാരണം അവർക്ക് ലഭിച്ച നിർദ്ദേശപ്രകാരം ഈസ്റ്റും വെസ്റ്റും ടവറിലുള്ള രണ്ടുപേരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ്. ക്രിസ്മസ്, ന്യൂ ഇയർ അങ്ങനെ എല്ലാം അവര് രണ്ടുപേരും ഒരുമിച്ചാണ് പിന്നീട് ആഘോഷിച്ചത്. ബോറടിക്കുമ്പോഴൊക്കെ അവര് രണ്ടുപേരും ബൈനോക്കുലറിലെ കൂടി നോക്കി ഒരുമിച്ച് ചെസ് കളിക്കും. ചെസ്സിന്റെ മൂവ്സ് ഒക്കെ അവര് പേപ്പറിൽ എഴുതിക്കൊണ്ട്. ദ്രാസ നന്നായിട്ട് ഡ്രംസ് പ്ലേ ചെയ്യും. ബക്കറ്റും പാട്ടയും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് ദ്രാസ ഡ്രംസ് പ്ലേ ചെയ്യാനും ഇവിടെ ലേവൈനെ പഠിപ്പിക്കുന്നുണ്ട്. സോ ചുരുക്കി പറഞ്ഞാൽ രണ്ടുപേർക്കും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട്. എന്നാൽ അവര് രണ്ടുപേരും തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. സോ ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. അതായത് ഇന്ന് ദ്രാസയുടെ അച്ഛന് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ദ്രാസ അച്ഛനെ കുറിച്ച് ആലോചിച്ച് സങ്കടത്തോടെ കരയുകയാണ്. അപ്പോൾ ലേവായി ദ്രാസയോട് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ഞാൻ വളരെയധികം സങ്കടത്തിലാണ്, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല സമാധാനമായിരിക്കുമെന്ന് ദ്രാസ മറുപടി നൽകി. അപ്പോൾ അത് കണ്ടപ്പോൾ അന്ന് രാത്രി ഉറങ്ങാൻ കിടന്ന ലേവയാണെങ്കിൽ വെസ്റ്റ് ടവറിൽ നിന്ന് ഈസ്റ്റ് ടവറിലേക്ക് എങ്ങനെ പോകാം എന്നാണ് ആലോചിക്കുന്നത്. ഇത് കാണുന്നത് പോലെയല്ല
നല്ല ദൂരമുണ്ട്, അതേപോലെ വളരെയധികം ഡേഞ്ചറസുമാണ്. സോ ഇവിടെ അതിനായി അവനൊരു അടിപൊളി ഐഡിയ കിട്ടുകയാണ്. ലേവായ് ഇവിടെ ഒരു റോക്കറ്റ് ലോഞ്ചർ സെറ്റ് ചെയ്തതായി കാണാം. ആ റോക്കറ്റ് ലോഞ്ചർ അവൻ അവന്റേതായ പല രീതിയിലുള്ള കസ്റ്റമൈസേഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ വലിയ ഒരു കേബിൾ വയറിൽ അവൻ ആ റോക്കറ്റ് ലോഞ്ചർ അറ്റാച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ ബൈനോക്കുലറിലേക്ക് കൂടി നോക്കിയ ദ്രാസക്ക് മനസ്സിലായി അവൻ തന്റെ അടുത്തേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന്. ലേവായ് റോക്കറ്റ് ലോഞ്ചർ ഫയർ ചെയ്തു. ദ്രാസ വേഗം ഓടിച്ചെന്ന് ആ കേബിൾ ടൈറ്റ് ആയിട്ട് തന്നെ ഒരു മരത്തിൽ കെട്ടുകയാണ്. ഇന്ന് രാത്രി ഒരുമിച്ച് ഡിന്നർ കഴിക്കാമെന്ന് ലേവായ് പറയുകയാണ്. അവളെ കാണാനായിട്ട് അവൻ റെഡി ആവുകയാണ്. പൂക്കളൊക്കെ എടുത്തുകൊണ്ട് ആ കേബിൾ വയറിൽ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ലേവായ് ചാടി പോവുകയാണ്. എന്നാൽ കറക്റ്റ് നടുക്കെത്തിയ സമയത്ത് ലേവായ് അവിടെ സ്റ്റക്കായി പോയി. പിന്നീട് അവൻ കൈ കൊണ്ടാണ് മുന്നോട്ടേക്ക് പോയത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവൻ നന്നായിട്ട് തളർന്നിട്ടുണ്ട്. ദ്രാസയെ ആദ്യമായി അടുത്തുനിന്ന് കണ്ട ലേവായ് അവൾക്കായി പൂക്കൾ സമ്മാനിച്ചു. അങ്ങനെ അന്ന് ആദ്യമായി അവര് രണ്ടുപേരും നേരിട്ട് സംസാരിക്കുകയാണ്. അവര് രണ്ടുപേരും അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചും അവരുടെ പാസ്റ്റും എല്ലാം രണ്ടുപേരും പരസ്പരം തുറന്നു പറയുന്നുണ്ട്. സോ അന്ന് രാത്രി അവര് രണ്ടുപേരും ദ്രാസയുടെ വെസ്റ്റ് ടവറിലാണ് സമയം ചിലവഴിച്ചത്. ദ്രാസ അവളുടെ ഒരു ഫേവറേറ്റ് സോങ് പ്ലേ ചെയ്തു. എന്നിട്ട് ഡാൻസ് കളിക്കാനായിട്ട് ലേവായിനെ ക്ഷണിക്കുകയാണ്. അങ്ങനെ അവര് രണ്ടുപേരും ഒരുമിച്ച് ഡാൻസ് കളിക്കുകയും അവര് ഇഷ്ടത്തിലാവുന്നുമുണ്ട്. അടുത്ത ദിവസം വെസ്റ്റ് ടവറിൽ നിന്ന് ലേവായ് തിരിച്ച് അവന്റെ സ്ഥലത്തേക്ക് അഥവാ ഈസ്റ്റ് ടവറിലേക്ക് ദ്രാസയോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. എന്നാൽ ഇവിടെ ഒരു ദുരന്തമാണ് സംഭവിച്ചത്. അവൻ വെസ്റ്റിലേക്ക് പോകുന്ന സമയം വെസ്റ്റ് ടവർ ഭാഗത്തേക്ക് കുറച്ച് രാക്ഷസന്മാര് കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് ബോംബ്സ് ആക്ടിവേറ്റ് ആവുകയും ബോംബ് പൊട്ടിത്തെറിച്ച് ഈ കേബിൾ കട്ടായി ലേവായ് താഴേക്ക് വീണു പോവുകയുമാണ് ചെയ്തത്. ഭാഗ്യത്തിന് പാരഷൂട്ട് ഇല്ലത് കാരണം അവൻ പാരഷൂട്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇത് കണ്ട ദ്രാസ പിന്നെ ഒന്നും നോക്കിയിട്ടില്ല. അവളും പാരഷൂട്ട് എടുത്ത് അവന്റെ പിന്നാലെ ഗോർജിലേക്ക് എടുത്തു ചാടുകയാണ്. സോ ഇവിടെ ലേവായ് ആണെങ്കിൽ ഒരു മരത്തിലേക്കാണ് വീണത്. അവൻ അവിടെ കുടുങ്ങി പോയിട്ടുമുണ്ട്. അപ്പോൾ ആ മരത്തിലെ ഒരുപാട് ഭയാനകമായ അഥവാ വിചിത്രമായ ജീവികൾ അവന്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ തന്നെ അതിനൊക്കെ ഷൂട്ട് ചെയ്ത് ലേവായ് താഴെ എത്തി. എന്നാൽ ഈ സമയത്ത് അവൻ മറ്റൊരു ജീവിയുടെ ദേഹത്തേക്കായിട്ടാണ് വീണത്. ആ ജീവി ഇവനെ മുറുക്കി പിടിച്ച് കൊല്ലാനായിട്ടാണ് പോകുന്നത്. എന്നാൽ അപ്പോഴേക്കും ദ്രാസ അവിടെ ഓടിയെത്തി ആ ജീവിയെ വെടിവെച്ച് കൊന്ന് ലേവായിനെ രക്ഷിച്ചിട്ടുണ്ട്. അവിടെ ഭയാനകമായ ശബ്ദങ്ങളൊക്കെ അവർ കേൾക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നതെന്ന്. സോ ഇവിടെ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് 4-5 രാക്ഷസന്മാര് എത്തിയിട്ടുണ്ട്. എന്നാൽ ഷാർപ്പ് ഷൂട്ടേഴ്സ് ആയ ഇവർ രണ്ടുപേരും ആ രാക്ഷസന്മാരെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഇപ്പോൾ അവർ പ്ലാൻ ചെയ്യുന്നത് ഇനി എങ്ങനെ മുകളിലേക്ക് പോകും എന്നാണ്. 500 മീറ്റർ താഴെയാണ് അവർ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അവിടെ അവർ കാണുന്നത് ഒരുപാട് അസ്ഥികൂടങ്ങളാണ്. ഇതൊക്കെ 1940 ഇവിടെ വന്ന ആ 2000-ലധികം വരുന്ന പട്ടാളക്കാരുടെ അസ്ഥികൂടങ്ങളാണ്. സോ അവരിപ്പോൾ കേറിയിട്ടുള്ള ഈ കെട്ടിടം പണ്ടത്തെ ഒരു റിസർച്ച് ലാബാണ്. സോ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ എന്താണ് സംഭവിച്ചത് അതാണ് ഇപ്പോൾ ലേവായ്ക്കും ദ്രാസക്കും അറിയേണ്ടത്. സോ ആ ലാബിന്റെ അകത്താണെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ജീവികൾ ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോ അതിനൊക്കെ ഓരോന്നോരോന്നായി ഇവര് രണ്ടുപേരും വെടിവെച്ച് കൊല്ലുമ്പോൾ ദാണ്ടെ മനുഷ്യ രാക്ഷസന്മാരും അറ്റാക്ക് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും അവസാനം എന്തോ ഭാഗ്യത്തിന് അവരെയൊക്കെ കൊന്ന് ഇവര് രണ്ടുപേരും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവര് ആ ലാബിന്റെ ഡീപ്പായിട്ട് അകത്തേക്ക് ചെല്ലുകയാണ്. അവിടെ വെച്ച് ദൈവമേ ഞങ്ങൾക്ക് മാപ്പ് നൽകൂ എന്ന് എഴുതിയ ഒരു CD ലേവായ്ക്ക് ലഭിച്ചു. ഈ ലാബിലെ ജനറേറ്റർ ഇപ്പോഴും വർക്ക് ആവുന്നുണ്ട് എന്ന് ദ്രാസക്ക് മനസ്സിലായി. അങ്ങനെ അവരവിടുത്തെ ജനറേറ്റർ ഓൺ ചെയ്യുകയാണ്. അവിടെയുള്ള CD പ്ലെയറിൽ ആ CD അവർ പ്ലേ ചെയ്തു. അപ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അവിടെ ജോലി ചെയ്ത ഒരു സയന്റിസ്റ്റ് ഏറ്റുപറയുന്ന ആ രഹസ്യമുള്ള CD ആണ് അത്. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലത്ത് ഈ ലാബിൽ വെച്ച് ഒരു പവർഫുൾ ബയോ കെമിക്കലാണ് അവർ നിർമ്മിക്കാൻ ആരംഭിച്ചത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഭൂകമ്പം ഉണ്ടായത്. അങ്ങനെ ആ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് ലീക്ക് ആവുകയാണ്. അങ്ങനെയാണ് ഈ സ്ഥലത്തെ ജീവജാലങ്ങൾക്കൊക്കെ ആ ബയോ കെമിക്കലിന്റെ DNA സ്പ്രെഡ് ആയത്. അത് മനുഷ്യർക്ക് മാത്രമല്ല ചെടികൾക്കും മൃഗങ്ങൾക്കും പ്രാണികൾക്കും അങ്ങനെ ഈ ഗോർജിലുള്ള സകല ജീവജാലങ്ങൾക്കും പിടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അവയൊക്കെ രാക്ഷസന്മാരായി മാറിയത്. ആ CD കണ്ടു കഴിഞ്ഞതിനു ശേഷം അവരവിടെ ഒരു കമ്പ്യൂട്ടർ കാണുകയാണ്. എന്നാൽ ഈ കമ്പ്യൂട്ടർ 1940 കാലങ്ങളിലെ കമ്പ്യൂട്ടർ ഒന്നുമല്ല, ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഥവാ 2000 കാലഘട്ടത്തിലെ കമ്പ്യൂട്ടറാണ്. അതായത് ഇവിടെ വേറെ ആൾക്കാർ ആ സംഭവം നടന്നതിന് ശേഷം വന്നിട്ടുണ്ട്. അവരാണ് ഈ കമ്പ്യൂട്ടർ ഇവിടെ സ്ഥാപിച്ചത്. ആ കമ്പ്യൂട്ടർ ഓൺ ചെയ്തപ്പോൾ അവർക്ക് ആ രഹസ്യം മനസ്സിലായി. ഈ സ്ഥലം നശിപ്പിക്കുന്നതിന് പകരം കോടികൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഡാർക്ക് ലേക്ക് എന്ന കമ്പനി ഇവിടെയുള്ള DNAs റിസർച്ച് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ ഉദ്ദേശം ഈ DNA പട്ടാളക്കാരിൽ ഇൻജെക്ട്
ചെയ്ത് ശക്തരായ ഹൈബ്രിഡ് മിലിറ്ററി ഓഫീസേഴ്സിനെ ബിൽഡ് ചെയ്തെടുക്കുക എന്നതാണ്. അതേപോലെ ഈ സ്ഥലത്ത് സ്ട്രേ ഡോഗ് എന്നറിയപ്പെടുന്ന ഒരു മിസൈൽ ഉള്ളതായിട്ടും ആ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ നോക്കിയപ്പോൾ ലേവൈക്ക് മനസ്സിലായി. അതായത് ഈ സ്ഥലത്തെ നശിപ്പിക്കാൻ ശക്തിയുള്ള മിസൈലാണ് അത്. സോ ഇവിടെ അവർ കുറച്ചുകൂടി മുന്നോട്ടേക്ക് നടന്നപ്പോൾ അവർ യുദ്ധം നടക്കുന്ന കാലത്ത് ഉപയോഗിച്ച ജീപ്പുകൾ വെച്ച ഗാരേജ് കാണുകയാണ്. ഈ ജീപ്പുകൾ വളരെയധികം പവർഫുൾ ആണ്. ഈ ജീപ്പുകൾക്ക് മുകളിലേക്ക് ക്രോൾ ചെയ്ത് കയറി പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ അതിൽ നിന്ന് ഒരു ജീപ്പ് അവര് നന്നാക്കി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ആ ജീപ്പുമായി അവര് മുകളിലേക്ക് അവരുടെ ടവറിലേക്ക് പോകാനാണ് പുറപ്പെട്ടത്. മലയുടെ മുകളിൽ ജീപ്പ് കേബിൾ കൊണ്ട് കെട്ടി അത് വെച്ച് അവര് ക്രോൾ ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ ഈ രാക്ഷസന്മാര് ആ കേബിൾ പിടിച്ച് കയറി അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ രാക്ഷസന്മാരുടെ ദേഹത്ത് ജീപ്പിലെ പെട്രോൾ ഒഴിക്കുകയും അവസാനം അവരെയൊക്കെ കത്തിച്ച് ചാമ്പലാക്കുകയും ചെയ്തു. ലേവയും ദ്രാസയും ഓൾമോസ്റ്റ് മുകളിലേക്ക് എത്താനായിട്ടുണ്ട്. ബാക്കി അവര് മല പിടിച്ചാണ് മുകളിലേക്ക് ഫൈനലി എത്തിയത്. സോ ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരു കാര്യം മനസ്സിലായി. ഇവിടെ വർക്ക് ചെയ്ത ഒരാളും ഇതുവരെ ജീവനോടെ തിരിച്ചു പോയിട്ടില്ല എന്ന്. നമ്മുടെ മിഷൻ അവസാനിച്ചാൽ അവര് നമ്മളെ കൊന്നുകളയും. അപ്പോൾ ദ്രാസ പറയാണ്, ഇല്ല, നമ്മൾക്ക് ഈ സ്ഥലം നശിപ്പിക്കണം. നമ്മൾക്ക് എന്നിട്ട് എന്നേക്കുമായി രക്ഷപ്പെടാം. ഫ്രാൻസിൽ എനിക്കറിയുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് കല്യാണം കഴിച്ച് അവിടെ സുഖമായിട്ട് ജീവിക്കാം. ആരും അവിടത്തേക്ക് നമ്മളെ അന്വേഷിച്ച് വരാനായിട്ട് പോകുന്നില്ല. സോ അടുത്ത ദിവസം ഈസ്റ്റ് ടവറിൽ നിന്ന് കേബിൾ വഴി ലേവൈ അവന്റെ വെസ്റ്റ് ടവറിലേക്ക് തിരിച്ചെത്തി. ഇവിടെ റേഡിയോ ഫോണിൽ ബാർത്തലോ മാഡം ലേവൈനെ വിളിക്കുകയാണ്. ഗോർജിന്റെ അകത്തുള്ള നമ്മുടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ആരോ ഓൺ ചെയ്തിട്ടുണ്ട്. അത് നീയാണോ എന്ന് ചോദിച്ചിട്ട്, ഏയ് ഞാനൊന്നുമല്ല എന്ന് ലേവൈ കള്ളം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് ഈസ്റ്റ് ടവറിലെ ആ സ്ത്രീ ആയിരിക്കും. നീ അവളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ എന്നും ബാർത്തലോ മാഡം ചോദിക്കുകയാണ്. അതിനും ഇല്ല എന്ന് തന്നെയാണ് ലേവൈ മറുപടി കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ അവൾ ആ കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ടുണ്ട്. നീ അവളെ ഷൂട്ട് ചെയ്ത് കൊന്നു കളയണമെന്നും ബാർത്തലോ മാഡം ലേവൈക്ക് ഉത്തരവിട്ടു. ഞാൻ അത് ചെയ്യാമെന്നും പുള്ളിക്കാരിയോട് ലേവൈ വെറുതെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ ലേവൈ ആ കമ്പ്യൂട്ടർ ഓൺ ചെയ്തപ്പോൾ ബാർത്തലോ മാഡത്തിന് അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. കമ്പ്യൂട്ടറിന്റെ വെബ് ക്യാമറ ആ സമയത്ത് ഓൺ ആയിട്ടുണ്ടായിരുന്നു. അവൻ കള്ളം പറയുകയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബാർത്തലോ മാഡം ലേവൈനോട് എങ്ങനെയൊക്കെ ചോദിച്ചത്. എന്തായാലും അവൻ കള്ളം പറഞ്ഞതാണ്. അവൻ ആ സ്ഥലം എന്നേക്കുമായി നശിപ്പിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലായി ബാർത്തലോ മാഡം പുള്ളിക്കാരുടെ ശക്തരായ പട്ടാളക്കാരെ കൂട്ടി ആ ഗോർജിലേക്ക് അവരെ രണ്ടുപേരെയും കൊല്ലാനായിട്ട് പുറപ്പെടുകയാണ്. എന്നാൽ ഇവിടെ ലേവയും ദ്രാസിയുമാണെങ്കിൽ ഈസ്റ്റ് സൈഡിലും വെസ്റ്റ് സൈഡിലും രണ്ടുപേരും ഒരുമിച്ച് സകല എക്സ്പ്ലോഷൻസും ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അവർ അവിടെ ഷൂട്ട് ചെയ്താൽ അതൊക്കെ പൊട്ടിത്തെറിക്കും. സോ ഇവിടെ ബാർത്തലോ മാഡത്തിന്റെ ഹെലികോപ്റ്റർ വരുന്നതായി അവർ രണ്ടുപേരും കണ്ടു. അങ്ങനെ അവര് രണ്ടുപേരും ഓടി രക്ഷപ്പെടുകയാണ്. അവന്റെ ടവർ അന്വേഷിക്കാൻ എത്തിയ ബാർത്തലോ മാഡം അവിടെ ലേവൈനെ കാണുന്നില്ല. മാഡം അവൻ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് ഓഫീസർ പറയുകയാണ്. ഓടി രക്ഷപ്പെടുന്ന ഇവരെ രണ്ടുപേരെയും കൊല്ലാനായിട്ട് പിന്നാലെ ഡ്രോൺസ് വന്ന് ഫയർ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഡ്രോൺസ് ഒക്കെ ഇവര് തിരിച്ച് ഷൂട്ട് ചെയ്ത് നശിപ്പിക്കുന്നുമുണ്ട്. ഇവിടെ ബാർത്തലോ മാഡം അവിടെ ചുമരിൽ ലേവൈ എഴുതിയ കോട്ട് കാണുകയാണ്. 3 കാര്യങ്ങൾ ഒരിക്കലും ഒളിപ്പിച്ചു വെക്കാനേ പറ്റത്തില്ല: സൂര്യൻ, ചന്ദ്രൻ, പിന്നെ സത്യം. ബുദ്ധയുടെ ഒരു വചനമാണ് ഇവിടെ ലേവൈ എഴുതിയിട്ടുള്ളത്. അവൻ ഈ സ്ഥലത്തെ മിസൈൽ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ബാർത്തലോ മാഡം പെട്ടെന്ന് ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയുകയാണ്. ഫൈനലി ആ മിസൈൽ ആക്ടിവേറ്റ് ആയി ആ സ്ഥലം മുഴുവനും പൊട്ടിത്തെറിക്കുന്നത് കാണാം. ഇവര് ഹെലികോപ്റ്ററിൽ പറന്നെങ്കിലും ആ തീയിൽപ്പെട്ട ഹെലികോപ്റ്റർ ക്രാഷ് ആവുകയും ബാർത്തലോം എന്ന ക്രൂര മനസ്സുള്ള സ്ത്രീ മരണപ്പെടുകയും ചെയ്തു. നമ്മുടെ ലേവയാണെങ്കിൽ വെള്ളത്തിലേക്കാണ് ഇവിടെ എടുത്തു ചാടിയിട്ടുള്ളത്. ദ്രാസ ഓൾറെഡി ദൂരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കഥയുടെ അവസാനം അവര് രണ്ടുപേരും ആഗ്രഹിച്ചതുപോലെ അവര് കല്യാണം കഴിക്കുകയും ഫ്രാൻസിൽ ഒരുമിച്ച് പുതിയ ഒരു ജീവിതം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസ് കൂടി കണ്ടു നോക്കൂ. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.